അങ്കമാലിയിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പണിമുടക്ക് 4-ാം ദിവസമായി ഇന്നും തുടരും. തൊഴിലാളികളുമായി ജില്ലാ ലേബർ ഓഫീസർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് അനിശ്ചിതകാല സമരം തുടരുന്നത്. സൂര്യശ്രീയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ വച്ചിരുന്നത്. സൂര്യശ്രീ, ഇതുവരെ തർക്കപരിഹാരമായില്ലേ സൂര്യശ്രീ? ഉന്മേഷ്, കഴിഞ്ഞ 11-ാം തീയതി മുതലാണ് വേതന വർധന ആവശ്യപ്പെട്ട് അങ്കമാലി മേഖലയിലെ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ സമരത്തിൽ ഏർപ്പെട്ടിരുന്നത്. വേതന വർധന ആവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചർച്ചയൊക്കെ തന്നെയും പരാജയപ്പെടുകയായിരുന്നു. കൂടുതൽ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികൾ നടത്തുന്നത്. ഇവരുടെ ഈ വേതന വർധനവിന്റെ ആവശ്യം ബസ് ഉടമകൾ അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. 600-ലധികം തുക കൂട്ടണമെന്ന ആവശ്യവുമാണ് ബസ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ബസ് ഉടമകൾ ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ അങ്കമാലി, കാലടി, മഞ്ഞപ്ര ഏരിയയിലെ ഗതാഗത തടസ്സം, ഇതൊക്കെ കൊണ്ട് തന്നെ വലിയ രീതിയിൽ ബസ്സുകളുടെ യാത്ര ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ തടസ്സങ്ങളാണ്. അതുകൊണ്ട് ലാഭമുണ്ടാകാത്ത സ്ഥിതിക്ക് ഇത്തരത്തിൽ ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഭീമമായൊരു വർധന അത് അനുകൂലിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഈ തൊഴിലാളികളുള്ളതും. എന്നാൽ കഴിഞ്ഞ 13 കൊല്ലത്തോളമായി വലിയ രീതിയിലുള്ള വേതന വർധനവൊന്നും ആവശ്യപ്പെട്ടില്ല എന്ന നിലപാടിലാണ് തൊഴിലാളികളുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേതന വർധന കൂട്ടിയെങ്കിൽ മാത്രമേ, വേതന വർധനവ് വന്നെങ്കിൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന നിലപാടിലാണ് തൊഴിലാളികളുമുള്ളത്. കഴിഞ്ഞ ആദ്യ ദിവസം അങ്കമാലി CIയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ദിവസവും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഇന്നലെ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ആ ചർച്ചയും പരാജയപ്പെടുകയായിരുന്നു. ഇന്ന് റോജി M. ജോൺ MLAയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്താനിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ അങ്കമാലി, അതുപോലെ മഞ്ഞപ്ര, അത്താണി മേഖലയിലുള്ള സാധാരണക്കാരുടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. കാരണം ഈ 200ഓളം ബസ്സുകളിലെ 600ഓളം ജീവനക്കാരാണ് ഇത്തരത്തിൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. സാധാരണ ജനങ്ങൾക്ക് യാത്ര ദുരിതം വലിയ രീതിയിലുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. വലിയ രീതിയിൽ യാത്ര എവിടേക്ക് പോകണം, മീൻസ് ഏത് രീതിയിൽ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ KSRTC ബസ്സുകൾ എല്ലായിടങ്ങളിലേക്കും സർവീസ് എത്തുന്നില്ല എന്നുള്ളതും ഈ യാത്രക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതകാല സമരം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മേഖലയിലെ അങ്കമാലി, മഞ്ഞപ്ര, അതുപോലെ തന്നെ അത്താണി മേഖലയിലെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു യാത്രാ ദുരിതത്തിലേക്ക് കൂടുതൽ പോകേണ്ടി വരും എന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസവും അവിടെ എത്തിയ ആളുകളൊക്കെ പറഞ്ഞത്. ആദ്യ ദിവസം പകുതിയോളം ജീവനക്കാർ മാത്രമാണ് സമരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഈ സമരത്തെ അനുകൂലിക്കാത്ത ബസ്സുകളെ ഈ സമരാനുകൂലികൾ വലിയ രീതിയിൽ ആക്രമണത്തിന് വിധേയമാക്കിയതിനെ തുടർന്നാണ് 2-ാം ദിവസത്തിൽ പൂർണ്ണമായും ബസ് സമരം എന്നുള്ള നിലപാടിലേക്ക് പോയത്. ആദ്യ ദിവസങ്ങളിൽ യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ബസ്സുകൾ തകർക്കുന്ന ഒരു സ്ഥിതിയും ഒക്കെ എത്തിയിരുന്നു. തുടർന്ന് 2-ാം ദിവസം അങ്കമാലിയിലും അത്താണിയിലും ഒക്കെ യാത്രാ തടസ്സം ഉണ്ട്. മറുവശത്ത് ജില്ലാ ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ബസ് തൊഴിലാളികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.